മല പോലെ വന്നത് എലി പോലെ പോയിന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയായി ഇപ്പോഴത്തെ ബാർകോഴ ആരോപണം. തെളിവുകളില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. സർക്കാരിനെതിരെ ബാർകോഴ ആരോപണം വന്നപ്പോൾ സടകൊടഞ്ഞെഴുന്നേറ്റതായിരുന്നു പ്രതിപക്ഷം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? തെളിവില്ല എന്ന് പറഞ്ഞ് കേസെടുത്ത് അന്വേഷണം വേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ പുതിയ മദ്യനയം വരും. ബാറുകളുടെ പ്രവർത്തന സമയം, ഡ്രൈ ഡേ ഒഴിവാക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ 2.5 ലക്ഷം രൂപ വെച്ച് സർക്കാരിന് കൊടുക്കണം എന്നാണ് ബാറുടമ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. സർക്കാരിന്നോ മറ്റധികാരികളുടെന്നോ ഒരു നിർദ്ദേശം കിട്ടാണ്ട് ബാറുടമ ഇത്ര കൃത്യമായിട്ട് കാശ് കൊടുക്കുന്ന കാര്യം പറയൂ? അനിമോനിരിക്കെ തന്നെ വളരെ ശക്തിയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അനിമോൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല. ബിൽഡിംഗ് ഫണ്ട് ഏറ്റവും കളക്ഷൻ കുറച്ച് കിട്ടിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇത്തരത്തിൽ ചർച്ച ചെയ്തു. സംഭവം വിവാദമായപ്പോൾ ഒന്നിരട്ടി വെളുത്തപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു. നേരത്തെ ബാറുടമ 2.5 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞില്ലേ? അത് കോഴയൊന്നല്ല കേട്ടോ, കെട്ടിട നിർമ്മാണത്തിന് വേണ്ട കാശിന്റെ കാര്യം അത്രേ പറഞ്ഞത്. നമ്മള് വെറുതെ തെറ്റിദ്ധരിച്ചു. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ആ ശബ്ദ സന്ദേശം കേൾക്കണം എന്നില്ല കേട്ടോ. ബാറുടമകള് മദ്യനയത്തിന്റെ കാര്യമൊക്കെ നോക്കണ്ടേ? അത് പറഞ്ഞതാ, അല്ലാണ്ട് കോഴയോ? ശേഷേ അങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് എന്ന പേരില് ബാറുടമകളുടെ സംഘടന പിരിച്ചത് 4.5 കോടി രൂപയാണ്. കെട്ടിടം ഉണ്ടാക്കാൻ 4.5 കോടി രൂപയോ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മന്ത്രിമാരും മറ്റു നേതാക്കളൊക്കെ ഒരേ സ്വരത്തിൽ പറയാണ്, മദ്യനയോ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ബാറുടമകളായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. അത് പറഞ്ഞ് നാവ് വായിൽ കിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു രേഖ കിട്ടി. മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് ബാറുടമകളുമായിട്ട് ടൂറിസം വകുപ്പ് യോഗം വിളിച്ചുകൊണ്ടുള്ള രേഖ. മദ്യനയാണ് ഈ യോഗത്തിന്റെ അജണ്ട എന്ന് ഈ രേഖയെന്ന് വ്യക്തമാണ്. ബാറുടമകളുടെ നേതാവ് വി സുനിൽകുമാർ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചർച്ചയോ? ഞങ്ങൾ ആ കാര്യം പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്തേ? എല്ലാരും വിളിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവന പച്ചക്കള്ളമാണ്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവിന് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഇനിയിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ KSC നടത്തിയ ചർച്ചയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ബാറുടമകളുടെ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കണം. നിപ്പ് വേണ്ട, ഭയങ്കരമായിട്ട് അറിയാസേട്ടാ. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി നിൽക്കാണ് നമ്മുടെ റിയാസേട്ടൻ. റിയാസേട്ടൻ, നിങ്ങൾ ടെൻഷൻ ആവാണ്ടിരിക്കേ. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാന്ന്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെപ്രാളപ്പെടാണ്ടിരിക്കേ. ഈ കാര്യത്തിൽ ഇനിയും സതീശേട്ടൻ എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. ഇത്ര ഒന്ന്, ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? 2, ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? 3, 2 മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്?
ബാർക്കോഴ വെറും ആരോപണം മാത്രമാണോ എന്നുള്ളത് അധികാരികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷെ ബാർ ഉടമകളായിട്ട് ചർച്ച നടത്തിയില്ലേ? ആ യോഗത്തിന്റെ രേഖകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ എന്താണ് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയണത്? ഈ ചോദ്യം ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടാ. അനാവശ്യ ചോദ്യങ്ങൾക്ക് നമ്മുടെ കോംറേഡ്സ് ആരും മറുപടി പറയാറില്ല എന്നറിയാലോ. മൊത്തം സൈലൻസ് ആയിരിക്കും. അതെ അതെ, അതാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ അവിടേക്കാണ് ചോദിക്കേണ്ടത്. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ ഇന്നലെ ടൂറിസം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മദ്യനയ എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വരുന്നതല്ലേ, അതിനെന്തിനാ തന്നെ ഇതിലേക്ക് വലിച്ചഴിക്കണേന്നാണ് റിയാസ് ഏട്ടൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോ പറയാതെ ഓടിപ്പോയി എന്നൊന്നും പറയുന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞാണ്. അല്ല റിയാസ് ഏട്ടാ, പുറത്തു വന്നേക്കണത് ടൂറിസം വകുപ്പ് ഇറക്കിയ രേഖയാണ്. നിങ്ങളുടെ വകുപ്പാണല്ലോ ടൂറിസം, അതിലൊന്നും പറയാനില്ലേ? എന്തായാലും ബാർക്കോഴ ആരോപണം ഒന്നിരുട്ടി വെളുത്തപ്പോഴത്തേക്കും കെട്ടിട നിർമ്മാണത്തിനുള്ള സംഭാവനയായി മാറിയപ്പോഴാണ് രാജേഷ് ഏട്ടന്റെയും റിയാസ് ഏട്ടന്റെയും ഒക്കെ ശ്വാസം ഒന്ന് നേരെ വീണത്. അല്ലെങ്കിലും ബാറും മദ്യവും നമ്മുടെ സർക്കാരിന് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഓരോ വർഷം കഴിയുന്തോറും ബാറുകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നത്. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മദ്യനയം മാറ്റാൻ പണം പിരിക്കാൻ ബാർ അസോസിയേഷൻ നേതാവ് പറയണ ആ ശബ്ദ സന്ദേശം തെളിവായി എടുത്ത് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ക്രൈംബ്രാഞ്ച് പറയണത്. പക്ഷെ ആ ശബ്ദ സന്ദേശം എന്തിനയച്ചു, എന്ത് സാഹചര്യത്തിൽ അയച്ചു, ആര് പ്രചരിപ്പിച്ചു എന്നൊക്കെ അന്വേഷിക്കും. അതിനൊരു ഉത്തരം കിട്ടണവരെ കേരള രാഷ്ട്രീയത്തിലെ ഈ ആൽക്കഹോളിക് വെതർ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.